Dear students, hope all of you are fine and good at home and safe. Today we are beginning a new chapter, excerpts from Memoirs, Pablo Neruda. അപ്പം പാബ്ലോ നെരൂദയുടെ മെമ്മോയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലെ ചില എക്സേപ്റ്റ്സ് മാത്രം ഒരു ചെറിയ സെഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബിഫോർ ഗോയിങ് ടു ദ ഇൻട്രൊഡക്ഷൻ ഓർ എനിത്തിങ് എൽസ്, I would like to show you something. Showing not means anything video content or something. Just see two quotes. So the first quote is, you can cut all the flowers, but you cannot keep spring from coming. This is written by Pablo Neruda. These are the words of Pablo Neruda. So നമ്മളൊക്കെ പല സമയത്തും പല ആൾക്കാരുടെ കൊട്ടേഷൻസും യൂസ് ചെയ്യാറുണ്ട്, കോട്ട് ചെയ്യാറുണ്ട്. സെൽഫ് മോട്ടിവേഷൻ, ലൈഫ് റിലേറ്റഡ്, ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാറുണ്ട്. വി ഫോർവേഡ് ഇറ്റ്, വി ഐഡൻറ്റിഫൈ വിത്ത് സം ഓഫ് ദം. അപ്പോൾ നമ്മൾ സാധാരണ കോട്ട് ചെയ്യുന്ന പല ഫേമസ് കോട്ട്സിലും പെട്ടിട്ടുള്ള കോട്ട്സിലും ഒന്നാണിത്. അപ്പോൾ we can understand from this particular quotation that how good is Neruda with words and emotions. വേർഡ്സും ഇമോഷൻസും തമ്മിൽ കണക്ട് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് സിമ്പിളായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ എത്രത്തോളം കേപ്പബിൾ ആണ് നെരൂദ എന്നുള്ളത് ഈ സിംഗിൾ കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. യു ക്യാൻ കട്ട് ഓൾ ദ ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ പ്രതീക്ഷകളെയും ഒരു പക്ഷേ തല്ലിക്കെടുത്തി കളയാം, എല്ലാം നെഗറ്റീവാക്കാം, എല്ലാം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വരാൻ പോകുന്ന വസന്തത്തെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ സാധിക്കില്ല. ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സാണ്. സ്റ്റിൽ ബീയിങ് കോട്ടഡ് ബൈ മെനി പീപ്പിൾ, മെനി നമ്പർ ഓഫ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, മെയ്ഡ് സ്റ്റാറ്റസ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ. കോമൺ പീപ്പിളിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എന്നാൽ പൊയറ്റിക്കലി വേർഡ്സിനെ മൂവ് ചെയ്യാൻ കഴിയുക പറയുന്നതാണ് നെരൂദയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് എക്സാമ്പിളും ഒന്ന് നോക്കുക. ഒരു എക്സാമ്പിളും കൂടെ. ലവ് ഇസ് സോ ഷോർട്ട്. ഒരാളോട് ഇഷ്ടത്തിലാവുക എന്ന് പറയുന്നത്, ഒരാളോട് അട്രാക്റ്റഡ് ആവുക എന്നല്ല, പ്രണയത്തിലാവുക. പ്രണയം എന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ഒരേ സെൻസിലുള്ള സ്നേഹത്തിനെ അല്ല ഉദ്ദേശിക്കുന്നത്. സൗഹൃദമാവാം, അല്ലെങ്കിൽ റിലേറ്റീവായിട്ടുള്ള ഒരാളോടുള്ള നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു കണക്റ്റായിരിക്കാം. ആരോടാണെങ്കിലും സ്നേഹം തോന്നുക, ഇഷ്ടം തോന്നുക, പ്രണയം തോന്നുക എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ വെരി ഈസി തിങ്. ബട്ട് when some kind of problems occur between those people and they get apart, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ രണ്ട് വഴിക്കാവുന്ന സമയത്ത്, അല്ലെ തെറ്റിപ്പോകുന്ന സമയത്ത്, അല്ലെ അകലങ്ങളിലേക്ക് മാറുന്ന സമയത്ത്, ഫോർഗെറ്റിംഗ് ഇസ് സോ ലോങ്. ഒരിക്കലും നമ്മൾ ചിലരെ മറക്കാൻ കഴിയില്ല എന്ന് പറയും. നമുക്ക് ആ കാര്യമായിട്ട് ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കും, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ മറന്നു കളയുക എന്നുള്ളത് ഇസ് നെവർ ഈസി ആസ് ഫോളോയിങ് ഇൻ ലവ്. എത്ര കറക്റ്റാണല്ലേ? അപ്പോൾ ദീസ് ആർ ദ ലൈൻസ് ബൈ നെരൂദ. അപ്പോൾ ഓൾമോസ്റ്റ് ഹൗ ഗുഡ് ഈസ് ഹി അറ്റ് വേർഡ്സ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് കോട്ട്സ് കൊണ്ടിട്ട് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടിട്ടുള്ളൊരു വാക്കാണ് മെമ്മോയേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മൾ പരിചയപ്പെടണം. അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം അതിന് മുന്നേ നിങ്ങൾക്ക് അറിയാവുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമിൽ നമുക്ക് തുടങ്ങാം. അതായത് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബയോഗ്രഫി നമ്മൾ തന്നെ എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ദ ബയോഗ്രഫി ഓഫ് വൺ സെൽഫ് നറേറ്റഡ് ബൈ വൺ സെൽഫ്, അതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ചിലത് വിൽ ബി വെരി ക്വൈറ്റ് ഇൻഫോർമലായിരിക്കും, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ചില ഓട്ടോബയോഗ്രഫീസ് ഭയങ്കര ഫോർമലായിരിക്കും. മേ ബി ഇൻ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ടാവും. ലെറ്റേഴ്സ് ആയിട്ടുണ്ടാവും, ഡയറീസ് ആയിട്ടുണ്ടാവും, ജേർണൽസ് ആയിട്ടുണ്ടാവും, മെമ്മോയേഴ്സ് ആയിട്ടുണ്ടാവും. റെമിനൻസസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ കുറിപ്പുകൾ പോലെ ആയിട്ടുണ്ടാവും. ജസ്റ്റ് അങ്ങനെ പല രീതിയിലായിട്ടാണ്. ഫോർമൽ ബുക്ക് ലെങ്ത് ഓട്ടോബയോഗ്രഫീസ് ഉണ്ടാവും.
എനിവേ ക്രൊണോളജിക്കലായിട്ട് the things happened in one's life are being narrated in an autobiography. When you read an autobiography of a person, you get a clear idea about that person or what he has gone through, his experiences. അത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. നൗ പക്ഷേ ഇൻ ദിസ് വേൾഡ്, ഇൻ ദിസ് ടൈം ഓർ ഇൻ ദിസ് പോയിൻ്റ് ഓഫ് ലിറ്ററേച്ചർ വെയർ ഇറ്റ് ഹാസ് റീച്ച്ഡ്, വി ക്യാൻ നോട്ട് ഡ്രോ പെർട്ടിക്കുലർ ലൈൻസ് ആസ് ഇൻ കേസ് ഓഫ് ഡിഫറെൻറ്റ് ജോണേഴ്സ്. പല തരത്തിലുള്ള റൈറ്റിങ്സിന് ഇന്നതാണ് പോയം, ഇന്നതാണ് ഷോർട്ട് സ്റ്റോറി, ഇന്നതാണ് നോവൽ, ഇന്നതാണ് എസ്സേ എന്ന് പറഞ്ഞ് ക്ലിയർ ബോർഡേഴ്സ് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇന്ന് ലിറ്ററേച്ചർ ചെന്നെത്തി നിൽക്കുന്നത്. കവിത പോലെ കഥ എഴുതാം, കഥ പോലെ കവിത എഴുതാം, ആൻഡ് ഇതൊന്നും അല്ലാത്ത രൂപത്തിൽ എഴുതാൻ പറ്റും. സെയിം പ്രോബ്ലം എക്സിസ്റ്റ് വിത്ത് ഓട്ടോബയോഗ്രഫി ആൻഡ് മെമ്മോയേഴ്സ്. വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് സംഭവങ്ങളാണെങ്കിൽ കൂടി എന്നാലും ദാറ്റ് ഹാസ് എ ബിഗ് കൈൻഡ് ഓഫ് ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. എ മെമ്മോയർ ഇസ് എ നറേറ്റീവ് ദാറ്റ് റിവീൽസ് എക്സ്പീരിയൻസസ് വിത്തിൻ ദ ഓതേഴ്സ് ലൈഫ്. ഒരു ഓതറിൻ്റെ, അതായത് മെമ്മോയർ എഴുതുന്ന ആളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇമോഷണലായിട്ട് ഫീലിങ്സോട് കൂടി അവതരിപ്പിക്കുന്നതാണ് മെമ്മോയർ എന്ന് പറയുക. അപ്പോൾ ഓട്ടോബയോഗ്രഫി, ചില ഓട്ടോബയോഗ്രഫീസിൻ്റെ ഭാഗമായിരിക്കാം മെമ്മോയേഴ്സിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാനും പറ്റും. മെമ്മോയേഴ്സ് എന്ന് പറയുമ്പം ഫുൾ കാര്യങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ അങ്ങനെ പറയാമെന്നുള്ളതിനേക്കാട്ടും കൂടുതൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട്, കൂടുതൽ ഇമോഷണലായിട്ട്, കൂടുതൽ നറേറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിക്കൊള്ളണമെന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോബയോഗ്രഫി ആൻഡ് മെമ്മോയർ. ബോത്ത് ആർ റിലേറ്റഡ് ടു ദ ഓതേഴ്സ് ലൈഫ്, ബോത്ത് ആർ റിട്ടൺ ബൈ ദി ഓതർ ഹിംസെൽഫ്, ബട്ട് ദ ഡിഫറൻസ് ഇസ് വൺ ഇസ് ക്രൊണോളജിക്കൽ relative description, the other one is more inclined to emotions and feelings. അതാണ് ഡിഫറൻസ്. Now what we have to learn is an excerpt from Neruda's memoir, and that session is titled The Word. So we are not going to the word this time. Before that we should know a bit about the author. പാബ്ലോ നെരൂദ എന്നുള്ളത് പെൻ നെയിമാണ്. റിയൽ നെയിം എന്ന് പറയുന്നത് നെഫ്താലി റിക്കാർഡോ റേസ് ബസോൾട്ടോ എന്നാണ്. ലാറ്റിൻ അമേരിക്കൻ പോയിറ്റാണ്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ 1904 പാരൽ, ചിലിയിലാണ്. ഇൻ 1920 ഹി വെൻറ്റ് ടു സാന്റിയാഗോ ടു സ്റ്റഡി, ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് പബ്ലിഷിംഗ് ഹിസ് പോയട്രി. ഫസ്റ്റ് കളക്ഷൻ വാസ് ലാ കാൻസിയോൺ ഡി ലെ ഫിയസ്റ്റ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1921, ആൻഡ് സെക്കൻഡ് കളക്ഷൻ വാസ് ക്രെപ്പസ്ക്യുലാരിയോ, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1923. അപ്പോൾ രണ്ടാമത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രെപ്പസ്ക്യുലാരിയോ പബ്ലിഷ് ചെയ്ത് 1923 ഇൻസ്റ്റൻ്റായിട്ടൊരു റെക്കഗ്നിഷൻ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഹി ബിക്കെയിം സോ ഫേമസ്. ആൻഡ് ഇൻ 1924 he again published 21 love poems, so 20 love poems and songs of despair, which is really famous. നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങളാണ് 20 ലവ് പോയംസും സോങ്സ് ഓഫ് ഡെസ്പയറും. From 1927 to 1945 he served as Chilean consul. അദ്ദേഹം ഈ പോയിറ്റ് ആവുന്നതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്സിലും അതുപോലെ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിലും വളരെയധികം ആക്റ്റീവായിരുന്നു. റങ്കൂണിലും ജാവയിലും ബാഴ്സലോണയിലും ആയിരുന്നു അദ്ദേഹം ചിലിയൻ കൗൺസിൽ മെമ്പറായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് ഓൾസോ റൈറ്റിംഗ് വെരി ഇമ്മെൻസ്ലി ഡ്യൂറിങ് ദാറ്റ് ടൈം. നന്നായി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. ആൻഡ് during these time he was highly influenced by Spanish Civil War. സ്പാനിഷ് സിവിൽ വാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹി ജോയിൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ദിസ് ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ്. ഇത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബേസിക് ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവന്ന ഒരു ഡിസിഷനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. His attitude towards poetry changed. In earlier times, he thought poetry was something meant for elite, educated or വേറൊരു ലെവലിലുള്ള ആൾക്കാർക്ക്, ആ ഒരു ടേസ്റ്റുള്ള ആൾക്കാർക്ക് മാത്രം മീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് പോയട്രി എന്നായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റർ he understood that poetry is not only for that elite class of people, it is meant for
എവ്രി പേഴ്സൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോർ ഹ്യൂമൻ സോളിഡാരിറ്റി. ആൾക്കാരെ ഒരുമിച്ച് നിർത്താനുള്ളതായിരിക്കണം പോയട്രി എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യാണ്. ആൻഡ് ഷുഡ് ബി മെൻ ഫോർ ഇറ്റ് ഷുഡ് അഡ്രസ് സിമ്പിൾ പീപ്പിൾ, സാധാരണക്കാരെ, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം പോയട്രി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് കാൻഡോ ജനറൽ. അത് ഓൾമോസ്റ്റ് ഒരു എപ്പിക്കിൻ്റെ ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയട്രിയാണ്. ആൻഡ് ഇറ്റ് നറേറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് ലാറ്റിൻ അമേരിക്ക. അവിടുത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കാൻഡോ ജനറൽ എന്ന് പറയുന്ന പോയത്തിൽ. ദെൻ along with being a prolific poet, Neruda continued to write poetry throughout the 50s and 60s. അതായത് ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊലിഫിക് ആയിട്ടുള്ള പോയറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്തത്. ഹീ റോട്ട് ഈവൻ ഇൻ ഹിസ് ലേറ്റ് ഏജ്, ഇൻ 50s and 60s. ആൻഡ് ഇൻ 1971 ഹി വൺ നൊബേൽ പ്രൈസ്. ഫ്രം 1970 to 73 അദ്ദേഹം he served under Allende as Chilean ambassador to Paris. അപ്പോൾ അതായത് പൊളിറ്റിക്സും അതുപോലെ ഡിപ്ലോമാറ്റായിട്ടുള്ള കരിയറും അതുപോലെ തന്നെ പോയട്രിയും ഒരുമിച്ച് വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് ക്യാരി ചെയ്തിട്ടുള്ള ഒരാളാണ്. 1970 to 73 അദ്ദേഹം വീണ്ടും ചിലിയൻ അംബാസിഡർ ആവുന്നുണ്ട് ടു പാരീസ്. ദെൻ പാബ്ലോ നെരൂദ, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് നെരൂദ ഡൈഡ് ഇൻ 1973 അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത്. ആൻഡ് ഹി ഡൈഡ് ഔട്ട് ഓഫ് ക്യാൻസർ. അതേസമയം അദ്ദേഹത്തിന് കൊന്നതാണ്, ഹി വാസ് മേർഡേഡ് എന്നുള്ള രീതിയിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. വട്ട് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിങ്ങളിപ്പം പോയം എടുത്ത് വായിക്കുന്നില്ലെങ്കിൽ കൂടി, ഞാൻ പാഠം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഒരു ഭാഗത്ത് പൊളിറ്റിക്സിലും അതുപോലെ രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമാറ്റിക് കാര്യങ്ങളിലൊക്കെ വളരെ ഹൈ പൊസിഷൻ വഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ഹിസ് റൈറ്റിങ്സ് ഇൻ അനദർ വേ ഇമോഷണലി ആൻഡ് അതിൻ്റെ ഒരു ഡെപ്ത്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. നമുക്കിതെങ്ങനെയാണ് ഒരു മനുഷ്യരിൽ യുണൈറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് ശരിക്കും മനസ്സിലാവാത്ത രൂപത്തിടത്തോളം ഇമോഷണലി ഡീപ്ലി ഇൻവോൾവ് ആയിട്ടുള്ള പോയിംസാണ് അദ്ദേഹത്തിൻ്റേത്. നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് വരുമ്പം എക്സെപ്റ്റിൻ്റെ സെഷനിലേക്ക് വരുമ്പം നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓർ യു മേ ഗോ ത്രൂ സം ഓഫ് ഹിസ് കോട്ട്സ്. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നോ കമ്മിങ് ടു ഹിസ് മെമ്മോയേഴ്സ്, അദ്ദേഹത്തിൻ്റെ മെമ്മോയേഴ്സിലേക്ക് നമ്മൾ വരുമ്പം ടു ഹാവ് എ ബേസിക് ഐഡിയ, അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈസ് അബൌട്ട് ഹിസ് political career, then also about how poetry influenced him, how he wrote poetry and how he took poetry as a means to express his political belief. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടകളല്ല, പൊളിറ്റിക്കൽ ബിലീവ്സ് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനൊരു പ്ലാറ്റ്ഫോമായിട്ട് എങ്ങനെ ബ്യൂട്ടിഫുള്ളി അദ്ദേഹം പോയട്രിയെ യൂസ് ചെയ്തു. പാട്രിയോട്ടിസം, നാഷണലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം എന്നീ കാര്യങ്ങൾ, വേൾഡ് പൊളിറ്റിക്സ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലേക്ക് വരുന്നുണ്ട്. സോ ഹീ അറ്റ് ദ സെയിം ടൈം വാസ് എ റൈറ്റർ, എ പോയിറ്റ്, എഡിറ്റർ. ഇതൊക്കെ അദ്ദേഹം മാറി മാറി ഓരോ ഘട്ടത്തിൽ ആയിട്ടുണ്ട്. ദീസ് ആർ ദ മേജർ തീംസ് ഓഫ് ദ ബുക്ക് ആൻഡ് ബൈ എക്സ്റ്റെൻഷൻ ഹിംസെൽഫ്. അപ്പം ഒരു പൊളിറ്റീഷ്യനാണ്, ഒപ്പം ഒരു ഡിപ്ലോമാറ്റാണ്. ആൻഡ് അലോങ് വിത്ത് ഇറ്റ് ഹീസ് എ വെരി പ്രൊലിഫിക് റൈറ്റർ വിത്ത് ഡീപ്പ് ഇമോഷൻ, സിംപ്ലിസിറ്റി ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹത്തിൻ്റെ മെമ്മോയേഴ്സിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ ഫോർ യു. താങ്ക് യു.